സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായതും വിജയിച്ചതുമായ ഒന്നാണ് പ്രിയദർശിനി ബസ് സർവീസുകൾ. സ്ത്രീകൾക്ക് മാത്രം സൗജന്യയാത്ര വാഗ്ദാനം ചെയ്യുന്ന പ്രിയദർശിനി സർവീസുകൾ ചിലയിടങ്ങളിൽ സാമ്പത്തിക വെട്ടിപ്പ് നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വനിതാ യാത്രക്കാർക്കുള്ള സീറോ വാല്യൂ ടിക്കറ്റുകൾ പുരുഷ യാത്രക്കാർക്കും നൽകിയാണ് ഈ വെട്ടിപ്പ് നടത്തുന്നത്. ഇവരിൽ നിന്നും ഈടാക്കുന്ന പണം ജീവനക്കാരുടെ കീശയിലേക്കാണ് പോകുന്നത്. ചില സംഭവങ്ങളിൽ യാത്രക്കാർ തന്നെ പരാതിപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണവും നടപടിയും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ പരാതികൾ പിൻവലിപ്പിക്കാനും രാഷ്ട്രീയ ഇടപെടലിലൂടെ ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർ തങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റ് ശ്രദ്ധിക്കാത്തത് മുതലെടുത്താണ് പുരുഷന്മാർക്ക് സീറോ വാല്യൂ ടിക്കറ്റ് നൽകുന്നത്. പിടികൂടിയ ഒരു കേസിൽ തമിഴ്നാട് സ്വദേശിയാണ് പരാതിക്കാരൻ. ആലുവ പറവൂർ റൂട്ടിൽ യാത്ര ചെയ്ത് ഇറങ്ങിയ ശേഷമാണ് തനിക്ക് കിട്ടിയത് വനിതകൾക്കുള്ള സൗജന്യ യാത്രാ ടിക്കറ്റാണെന്ന് ഇയാൾക്ക് മനസ്സിലായത്. ഉടനെ KSRTCയുടെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിലേക്ക് ഇമെയിൽ മുഖാന്തരം ഇയാൾ പരാതി നൽകി. അന്വേഷണം നടന്നപ്പോൾ സംഭവ സമയത്ത് ബസ്സിൽ തിരക്കായിരുന്നുവെന്നും കാഴ്ച കുറയുന്ന പ്രശ്നം ഉള്ളതായും താൽക്കാലിക ജീവനക്കാരായ കണ്ടക്ടർ മൊഴി നൽകി. ടിക്കറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ 34 യാത്രക്കാർ മാത്രമാണ് ആ സമയം ബസ്സിൽ ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാകുകയും ചെയ്തു. കണ്ടക്ടർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന അന്വേഷണ റിപ്പോർട്ടാണ് അധികാരികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എറണാകുളം ഗുരുവായൂർ റൂട്ടിലും വെട്ടിപ്പ് നടന്നിരുന്നു. എന്നാൽ ഒരു യാത്രക്കാരൻ തനിക്ക് ലഭിച്ച സൗജന്യ ടിക്കറ്റാണെന്ന് പറഞ്ഞതോടെ കണ്ടക്ടർ ആ ടിക്കറ്റ് തിരിച്ചു വാങ്ങുകയും പകരം സാധാരണ ടിക്കറ്റ് നൽകുകയും ചെയ്തു. അപ്പോഴാണ് പരാതി നൽകിയ യാത്രക്കാരൻ തന്റെ ടിക്കറ്റിലേക്ക് നോക്കുന്നത്. അതും സ്ത്രീകൾക്കായുള്ള ഫ്രീ ടിക്കറ്റ് ആയിരുന്നു. കണ്ടക്ടറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ബസ് ഇറങ്ങിയ ശേഷം KSRTC കൺട്രോൾ സെന്ററിലേക്ക് പരാതി നൽകി. ഉച്ചയ്ക്ക് ലഭിച്ച ഈ പരാതിയിൽ കണ്ടക്ടറുടെ ബാഗ് വൈകിട്ടാണ് അധികൃതർ പരിശോധിക്കുന്നത്. അപ്പോൾ 135 രൂപയാണ് അധികമായി അതിൽ കണ്ടത്. പൊന്നാനി ഡിപ്പോയിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാർക്ക് ഇങ്ങനെ ഫ്രീ ടിക്കറ്റ് നൽകിക്കൊണ്ട് പണം വാങ്ങുന്നു എന്ന പരാതിയും ഉണ്ടായിട്ടുണ്ട്. 8 പേർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയതിനെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തു. സാധാരണ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമായ KSRTC പ്രിയദർശിനി പദ്ധതി പരാജയപ്പെടുത്താൻ ചില അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതായി നേരത്തെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു യാത്രക്കാരിക്ക് വേണ്ടി 9 ടിക്കറ്റുകൾ വരെ കൊടുത്തിരുന്നു. പരാതി വന്നതിനെ തുടർന്ന് ഗ്രൂപ്പ് ടിക്കറ്റുകൾ 5 പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. യാത്രക്കാരിൽ നിന്നും പണം വാങ്ങേണ്ട എങ്കിലും സീറോ വാല്യൂ ടിക്കറ്റുകൾ നൽകണം എന്നത് നിർബന്ധമാണ്. നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുന്ന യഥാർത്ഥ യാത്രക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ മെഷീനിൽ നിന്നും പ്രിന്റ് ചെയ്ത് എടുക്കാൻ കണ്ടക്ടർമാർക്ക് സാധിക്കും. ചില ജീവനക്കാരെങ്കിലും ഈ പഴുത് ഉപയോഗിച്ചാൽ അത് സർക്കാരിനും KSRTCക്കും കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് പരിഹാരമായി ചെയ്യാവുന്നത് കർണാടകയിലെ ശക്തി പദ്ധതി മാതൃകയിൽ യാത്രക്കാർക്ക് പ്രത്യേക പ്രിയദർശിനി സ്മാർട്ട് കാർഡുകൾ നൽകുക എന്നതാണ്. ബസ്സിൽ കയറുമ്പോൾ ഈ കാർഡ് സ്കാൻ ചെയ്ത് മാത്രം ടിക്കറ്റ് അനുവദിക്കുക. ഇത് വ്യാജ ടിക്കറ്റുകൾ അടിക്കുന്നത് പൂർണ്ണമായും തടയാൻ സഹായിക്കും. ഈ ഫ്രീ ടിക്കറ്റ് എല്ലാം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തന്നെയാണ്. ആ സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ കടമയാണ്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന KSRTC ജീവനക്കാരുടെ ഇടയിൽ ചില പുഴുക്കുത്തുകളും ഉണ്ടായേക്കാം. അവർ കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇത്തരം പദ്ധതികൾ നിന്നുപോകാതെ നോക്കേണ്ടത് KSRTC അധികൃതരും സർക്കാരുമാണ്.